ഇനിയുള്ളത് സ്റ്റോക്കാണ്. എന്താണ് സ്റ്റോക്ക്? സ്റ്റോക്ക് ഈസ് ദ അൺസോൾഡ് ഗുഡ് ഓർ മെറ്റീരിയൽസ് ഹെൽഡ് ബൈ ബിസിനസ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ വിൽക്കാത്ത ഗുഡ്സുകൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ വിൽക്കാത്ത മെറ്റീരിയലുകൾ, അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതൊരു പെർട്ടിക്കുലർ പീരീഡിലാണ് നമ്മൾ കണക്കാക്കുക. അതായത് ഒരു ബിസിനസ് പീരീഡ് ഇപ്പോൾ 6 മന്ത് ആണെങ്കിൽ നമ്മൾ ആ 6 മന്ത് എൻഡിൽ നമ്മളെ അടുത്തുള്ള നമുക്ക് യൂസ് ചെയ്യാത്ത, അതായത് സോൾഡ് ചെയ്യാത്ത ഐറ്റംസുകൾ, ഗുഡ്സോ അല്ലെങ്കിൽ നമ്മൾ ഒരു പർച്ചേസ് കമ്പനി, അല്ലാതെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് സോൾഡ് ചെയ്യാത്ത ഗുഡ്സുകൾ എത്രയുള്ളത് നമ്മൾ കണക്കാക്കുക. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി സ്റ്റോക്കുകൾ തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അവൈലബിൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ. അതായത് ഒരു അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാണെങ്കിൽ അതായത് ആ അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ എഴുതി വെക്കും ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്. കാരണം കഴിഞ്ഞ ഇയറിൻ്റെ ലാസ്റ്റിലുള്ളതാണ്, കഴിഞ്ഞ ഇയറിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ ഇതിൽ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് എഴുതി വെക്കുന്നത്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് റിമൈനിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ്. അതായത് ലാസ്റ്റിലുള്ള എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയറിലുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലുകളെയാണ് നമ്മൾ റോ മെറ്റീരിയലുകൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന മെറ്റീരിയലുകൾ, നമുക്ക് എന്താണോ പ്രൊഡക്ഷൻ നടത്തേണ്ടതായിട്ടുള്ളതിൽ അതിൻ്റെ മെറ്റീരിയലുകൾ നമ്മൾ റോ മെറ്റീരിയലുകൾ എന്ന് പറയും. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് റെഡി ഫോർ സെയിൽസ്. അതായത് നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് ഗുഡ്സ് പാർഷ്യലി കംപ്ലീറ്റ്, അതായത് നമ്മൾ ആ പ്രൊഡക്ഷൻ നടന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അത് ആ ഗുഡ്സ് പാർഷ്യലായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്സുകളാണ് നമ്മൾ സ്റ്റോക്കുകളായിട്ട് പറയുന്നത്. അതിൽ എക്സാമ്പിൾ, എ ടെക്സ്റ്റൈൽ ഷോപ്പ് ഹാസ് 200 ഷർട്ട് റിമൈനിങ്. അതായത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ 200 ഷർട്ടുകൾ റിമൈനിങ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഒരു ബേക്കറി ഹാസ് ഫ്ലോർ, ഷുഗർ ആൻഡ് അൺസോൾഡ് കേക്ക്, അതിനും സ്റ്റോക്ക്. അതായത് അതിന് പ്രൊഡക്ഷനും വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയലുകൾ ഉണ്ട് അവിടെ അല്ലേ, ഫ്ലോറുണ്ട്, ഷുഗർ ഉണ്ടാക്കണം, പിന്നെ അൺസോൾഡ് കേക്ക്സുകളും ഉണ്ട്. അതൊക്കെ എന്താണ്, സ്റ്റോക്കിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ എ മൊബൈൽ ഷോപ്പ് ആസ് അൺസോൾഡ് ഫോൺസ്, സ്റ്റോക്ക്. നെക്സ്റ്റ് സ്റ്റോക്ക് ടേക്കിംഗ് എന്താണ്? അതായത് സ്റ്റോക്ക് ടേക്കിംഗ് മീൻസ് ഫിസിക്കലി കൗണ്ടിങ് ആൻഡ് ചെക്കിംഗ് അറ്റ് ദ ഗുഡ്സ് അവൈലബിൾ ഇൻ ദ ബിസിനസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഇതേപോലെ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഫിസിക്കൽ കൗണ്ടിങ് നടത്തുക. അതായത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മളൊരു ബിസിനസ്സിൽ നമ്മൾ അതിൻ്റെ അവൈലബിലിറ്റി, അതായത് ഗുഡ്സിൻ്റെ അവൈലബിലിറ്റി എത്രയെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനാണ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. ആ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ആ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു ഡേ നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ചിട്ട് അതായിട്ട് നമ്മളെ ആ ഗുഡ്സ് ആ ബിസിനസ്സിലുള്ള ആ പെർട്ടിക്കുലർ ടൈമിലുള്ള ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ടു ഫൈൻഡ് ദ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക്, നമ്മളെ സ്റ്റോക്കിൻ്റെ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ് നോക്കാം. ടു ഡിറ്റക്റ്റ് തെഫ്റ്റ്, ലോസ്റ്റ്, ഡാമേജ് ഓർ എറേഴ്സ്, അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ,
അല്ലെങ്കിൽ അതിന് ഡാമേജ് വന്ന സംഭവങ്ങളുണ്ട്, ഇറേഴ്സ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടി സ്റ്റോക്ക് ടേക്കിങ്ങിൽ യൂസ്ഫുൾ ആയിട്ട് വരും. ടു പ്രിപ്പയർ ആക്യുറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഈ സ്റ്റോക്ക് വാല്യുവേഷൻ മീൻസ് ഫൈൻഡിങ് ദ മോണിറ്ററി വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് ആഫ്റ്റർ കൗണ്ടിങ്. അതായത് നമ്മൾ സ്റ്റോക്ക് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മോണിറ്ററി വാല്യൂ, അതായത് സ്റ്റോക്ക് കൗണ്ടിങ്ങിൻ്റെ ഒരു മോണിറ്ററി വാല്യൂ നമ്മൾ നിശ്ചയിക്കുക. അതായത് ഇത്ര സാധനങ്ങൾക്ക് ഇത്ര എമൗണ്ട് ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റോക്ക് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അതായത് സിംപ്ലി അത് പറയുകയാണെങ്കിൽ ഹൗ മച്ച് ഈസ് ദ സ്റ്റോക്ക് വർത്ത് ഇൻ മണി, അപ്പോൾ ആ സ്റ്റോക്ക് എത്ര പൈസക്ക് അവിടെ ഉണ്ട് എന്ന് നമുക്ക് എത്ര പൈസക്കാണ് ആ സ്റ്റോക്കുകൾ അവിടെ ഉള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കാൽക്കുലേറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര കാൽക്കുലേറ്റ് ചെയ്യാനും പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാനും പിന്നെ കറക്റ്റ് ബാലൻസ് ഷീറ്റിലുള്ള കറക്റ്റ് വാല്യൂ കണ്ടെത്താനൊക്കെ നമ്മളെ സ്റ്റോക്ക് വാല്യുവേഷന് സഹായിക്കും. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അക്കൗണ്ടിങ്ങിൽ പറയാനുള്ളതാണ് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും. ഓക്കെ, നമ്മൾ മെയിനായിട്ട് കേൾക്കുന്നതാണ് അക്കൗണ്ടിങ്ങിൽ ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ്, ഡെബിറ്റ് ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമേഴ്സ് ടു ഹൂം ഗുഡ്സ് ആർ സോൾഡ് ക്രെഡിറ്റ് ആർ കാൾഡ് ഡെപ്റ്റേഴ്സ്. അതായത് ഇവിടെ എന്താ പറയുക വെച്ചാൽ നമ്മൾ ക്രെഡിറ്റിൽ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? ഡെപ്റ്റേഴ്സ് എന്ന് പറയണത്. അതായത് ക്രെഡിറ്റിൽ സാധനങ്ങൾ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. ഇനി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ആർ ദ പേഴ്സൺ or firm from whom the business or purchased good or taken service or credit and has not yet paid. അതായത് ഒരു ക്രെഡിറ്റിന് നമ്മൾ സാധനങ്ങൾ ഒരാളടുത്ത് നിന്ന് വാങ്ങേ അല്ലെങ്കിൽ ഒരു ഫേമിൽ നിന്ന് നമ്മളൊരു ആളെടുത്തുനിന്ന് ഒരു ഫേമിൽ നിന്നോ നമ്മൾ സാധനങ്ങൾ ക്രെഡിറ്റിന് വാങ്ങാൻ ഇതുവരെ പെയ്ഡ് ചെയ്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. പെയ്ഡ് ചെയ്യാത്തതിന് നമ്മൾ എന്ത് ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. ക്രെഡിറ്റേഴ്സ് റെപ്രസെൻറ്റ് എമൗണ്ട് പേയബിൾ, അതിൽ എമൗണ്ട് പേയബിൾ ചെയ്തതിൽ ക്രെഡിറ്റേഴ്സിൽ റെപ്രസെൻ്റ് ചെയ്യും. ദേ ആർ ഷോൺ ദ ലയബിലിറ്റി സൈഡ് ഓൺ ദ ബാലൻസ്. അതിൽ എന്താണ് ക്രെഡിറ്റേഴ്സ് അവിടെ പേയബിൾ അത് ലയബിലിറ്റീസ് ആയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ദേ ആർ അറൈസ് ഫ്രം ക്രെഡിറ്റ് പർച്ചേസ്. അതിൽ ആ ക്രെഡിറ്റ് പർച്ചേസിൽ നിന്നാണ് നമ്മളത് ഫസ്റ്റായിട്ട് നമ്മൾ ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് പറയണത് എന്ന് വെച്ചാൽ എ ഷോപ്പ് ബൈസ് ഗുഡ്സ് വർത്ത് 10,000 ഫ്രം എ സപ്ലൈസ് ആൻഡ് വിൽ പേ നെക്സ്റ്റ് മന്ത്. അതായത് നമ്മൾ ഗുഡ്സ് 10,000 വാങ്ങിയൊരു സപ്ലൈസിന് നമ്മൾ നെക്സ്റ്റ് മന്തിൽ വെച്ച് സപ്ലയർ അപ്പോൾ എന്താണ് സപ്ലയർ ആയത് അതിൽ ക്രെഡിറ്ററാണ്. പിന്നെന്താണ് ഒരു ബിസിനസ് ടേക്ക് റോ മെറ്റീരിയലും ക്രെഡിറ്റ്. ഒരു ബിസിനസ്സിൽ നമ്മൾ റോ മെറ്റീരിയൽ ക്രെഡിറ്റിന് വേണ്ടി എടുത്ത് അപ്പോൾ എന്താണ് സപ്ലയേഴ്സ് എന്തായിരിക്കും അതിൽ ബിക്കം എ ക്രെഡിറ്റർ ആയിരിക്കും. പിന്നെ കമ്പനി യൂസസ് ഇലക്ട്രിസിറ്റി ആൻഡ് വിൽ പേ ദി ബില്ലായിട്ട് നമ്മൾ കമ്പനി ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തത് പിന്നെ അത് നമ്മൾ പിന്നെയാണ് പേ ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഈസ് എ ക്രെഡിറ്റ്. അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് അവിടെ ക്രെഡിറ്ററായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ഓൺ ബൈയിങ് അസറ്റ് വിത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഗെറ്റിംഗ് റിട്ടേൺസ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാൽ നമ്മൾ ഒരു ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുക. നമുക്ക് ഇത്ര റിട്ടേൺ, അതായത് നമുക്ക് ഒന്നെങ്കിൽ ഇൻകം ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിവിഡൻ്റ് ആയിട്ടോ പ്രോഫിറ്റ് ആയിട്ടോ നമുക്ക് കിട്ടും എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ നമ്മൾ ഒരു എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഒരൊറ്റൊരു പീരീഡിൽ
ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ഫ്യൂച്ചർ ബെനിഫിറ്റ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൊടുത്താൽ നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇത് നമ്മൾ ഈ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കുക. ഇറ്റ് ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം. ഇത് പറഞ്ഞാണെങ്കിൽ ഒന്നെങ്കിൽ ലോങ് ടേമോ അല്ലെങ്കിൽ എന്തായിരിക്കും ഷോർട്ട് ടേമോ ആയിരിക്കും. അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ലാൻഡ്, ഷെയർസ് എന്നൊക്കെയുള്ളത്. ഷോർട്ട് ടേമിലാണ് ട്രഷറി ബിൽസ്, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ഒക്കെ. അതായത് ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ആ പൈസ നമ്മൾ തിരിച്ച് വാങ്ങും. അതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾസുകളാണ് ബൈയിങ് ഷെയർസ് ഓഫ് എ കമ്പനി. അതായത് ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഷെയറുകൾ വാങ്ങുക. പുട്ടിങ് മണി ഇൻ എ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മണി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പൈസ ഇടുക. പർച്ചേസിങ് ലാൻഡ്, ബിൽഡിംഗ് കോഡ്. അത് ഒന്നെങ്കിൽ ലാൻഡ് പർച്ചേസ് ചെയ്തിരുന്നുണ്ട്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിന് ആ ലാൻഡിന് വില കൂടുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അത് വിൽക്കുക. പിന്നെ ബിൽഡിങ്ങുകൾ, അങ്ങനെ ഗോൾഡൊക്കെ ഇപ്പം എന്താണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വാങ്ങിയിട്ടാൽ അതിങ്ങനെ ഗോൾഡ് ഇങ്ങനെ ഇത് പൈസ കൂടി കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ എന്താണ് നമുക്കത് ഇൻവെസ്റ്റ് ചെയ്താലും നമുക്കൊരു റിട്ടേൺസ് കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ബൈയിങ് ഗവൺമെൻറ് ബോണ്ട്സുകൾ ഒക്കെ വാങ്ങിയിട്ടിരുന്നതാണ്. അവരുടെ ആ വിലക്കനുസരിച്ച് നമുക്കത് പിന്നീട് ആവശ്യമാകുമ്പോൾ അത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഓവർ ഡ്രാഫ്റ്റ് എന്നാൽ ഷോർട്ട് ടേം ലോൺ പ്രൊവൈഡഡ് ബൈ എ ബാങ്ക് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അതായത് ഒരു ഷോർട്ട് ടേം പീരീഡിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുക. ഒരു ബാങ്ക് കസ്റ്റമേഴ്സിന് ഷോർട്ട് ടേമിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് പറയുന്നത്. In allowing them to withdraw an amount greater than their current account balance up to a specific limit. അതായത് അവരുടെ ഒരു കറൻറ്റ് അക്കൗണ്ടിൽ എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വെച്ചിട്ടായിരിക്കും അവർ ലോണ് പ്രൊവൈഡ് ചെയ്യുക. അവൈലബിൾ മെയിൻലി ഫോർ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ്. അതായത് ആ ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമാണ് അവർ എന്ത് ചെയ്യുക, ഈ ഓവർ ഡ്രാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺലി ഓൺ ദ ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് യൂസ്ഡ്. അതായത് ഇൻട്രസ്റ്റും അതിനനുസരിച്ചിട്ടുള്ള ആ ഓവർ ഡ്രാഫ്റ്റിൻ്റെ എമൗണ്ട് എത്രയാണോ യൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. ഹെൽപ്പ് ബിസിനസ് മീറ്റ് ഷോർട്ട് ടേം ക്യാഷ് നീഡ്സ്. അത് അധികം ആർക്കാണ് ഈ ഷോർട്ട് ടേമിൽ ക്യാഷ്, അതായത് ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആ കുറച്ച് ടൈം പീരിയഡ്സിൽ നമുക്കൊരു ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് ടേം പീരിയഡിൽ നമുക്ക് ആ ക്യാഷിന് ആവശ്യം വരുമ്പോഴാണ് നമ്മൾ മെയിനായിട്ട് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുക. ഇറ്റ് ഈസ് ലയബിലിറ്റി ഫോർ ദ അക്കൗണ്ട് ഹോൾഡർ. ശരിക്കും ഇത് അക്കൗണ്ട് ഹോൾഡറിന് ഒരു ലയബിലിറ്റി ആയിട്ടാണ് നമ്മളത് പിന്നെ തിരിച്ചടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊരു ലയബിലിറ്റി ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുപോലെ ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒരു നഷ്ടം തന്നെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് ആ പീരീഡ്, ആ പെർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എമൗണ്ട് ആവശ്യമായിട്ട് വരുന്ന സമയം നമുക്ക് ഈ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുക നമുക്ക് വഴിയായിട്ട് വരുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ നമ്മളെ ബാലൻസ് 2000 ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് പറഞ്ഞാൽ 10,000. അപ്പോൾ നമ്മൾ 8,000 വിഡ്രോ ചെയ്യും. അപ്പോൾ നമ്മളെന്താണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 6,000 ഓവർ ഡ്രാഫ്റ്റിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻട്രസ്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഇനി നെക്സ്റ്റ് വന്നതാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് നമ്മളെല്ലാ ബിസിനസ്സിൻ്റെയും ഇതിൽ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ട് മീൻസ് എ റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഗിവൺ ബൈ ദ സെല്ലർ ടു ദ ബയർ. അതായത് ഒരു സെല്ലർ ഒരു ബയർക്ക് കൊടുക്കുന്ന നമ്മൾ ആ ഗുഡ്സിൻ്റെ എമൗണ്ടിലുള്ള റിഡക്ഷനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു കുറച്ചൊരു ഡിസ്കൗണ്ട്, നമ്മളൊരു ഇത്ര ഒരു ഗുഡ്സിന് നമ്മൾ ഇത്ര ഒരു ഡിസ്കൗണ്ടിൽ നമ്മളത് സാധനം വിൽക്കുക. ഓക്കെ, അതിൽ ഡിസ്കൗണ്ടുകളാണ് ഫസ്റ്റ് ഡിസ്കൗണ്ടുകൾ
കുറേ ടൈപ്പുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ആണ് ഗിവൺ ടു കസ്റ്റമർ ഫോർ ബൈയിങ് ഇൻ ബൾക്ക് ഓർ ബീങ് റെഗുലർ കസ്റ്റമർ. അതായത് കസ്റ്റമർക്ക് അത് ബൾക്കായിട്ട് എടുക്കുക. ബൾക്കായിട്ട് പറഞ്ഞാൽ കുറേ എടുക്കുക. നമ്മൾ ഒരു സാധനമൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിക്കോണമെന്നില്ല. അതേ സമയത്ത് നമ്മളത് ബൾക്കായിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കും. അതായത് പിന്നെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ റെഗുലർ ഒരു ഷോപ്പിൻ്റെ റെഗുലർ കസ്റ്റമർ ആയിട്ട് നിൽക്കുകയാണെങ്കിലും നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. അതിന് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് പിന്നെ നോട്ട് ഷോൺ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്. നമ്മൾ ഈ അക്കൗണ്ടിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. പിന്നെ ഡിഡക്റ്റഡ് ഡയറക്റ്റ്ലി ഫ്രം ദ ഇൻവോയ്സ്. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഇൻവോയ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് അത് ഡിഡക്റ്റ് ചെയ്യുക. ആദ്യം നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് പ്രൈസ് 10,000 ആണ് അതിൻ്റെ പ്രൈസ് നമ്മൾ ഇട്ടത്. ഇതിൽ ട്രേഡ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ 20% എന്ന് പറയുമ്പോൾ ഒരു 2,000 ആയിട്ട് റിഡക്ഷന് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ആ നെറ്റ് വാല്യൂ എന്ന് പറഞ്ഞത് 8,000. അപ്പോൾ അതൊരു 10,000ൻ്റെ സാധനം നമ്മൾ 20% റിഡക്ഷനിൽ കൊടുക്കുക എന്ന് പറയുമ്പോഴും നമ്മൾ എത്ര നെറ്റ് വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടി വരിക? 8,000 ആണ് നമ്മൾ അതിൽ ആ സാധനം വാങ്ങാനും വേണ്ടിയിട്ട് സെല്ലർ കൊടുക്കേണ്ടി വരാം. ഓക്കെ, ബയ്യർ കൊടുക്കേണ്ടി വരാം. ഓക്കെ, ഈ നെക്സ്റ്റ് ആണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ടിൽ എന്താ പറഞ്ഞത് വെച്ചാൽ ഗിവൺ ടു കസ്റ്റമർ ഫോർ ക്വിക്ക് ഓർ ഏർലി പേയ്മെൻറ്റ്. അതായത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് പെട്ടെന്ന് തന്നെ അത് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ കസ്റ്റമേഴ്സിന് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുക. അതായത് ഒരു കസ്റ്റമറിന് ഇപ്പം നമ്മൾ കൊടുക്കുക ഒരു 5% ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം എന്താണ് അവരത് ക്വിക്കായിട്ട് അത് ചെയ്യും. പിന്നെ നമ്മൾ പിന്നീട് അവർ പിന്നെ ബാക്കിയുള്ള ക്യാഷ് ലൈറ്റായിട്ട് നമ്മൾ അടച്ചാൽ, അതായത് പിന്നെ ബയർ അടച്ചാൽ മതി. അങ്ങനെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇൻവോയ്സിൽ 5,000 എഴുതിയിട്ട് വയ്ക്കുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് 50% ആണെങ്കിൽ അത് പെയ്ഡ് വിത്തിൻ 10 ഡേയ്സിൻ്റെ ഉള്ളിൽ അവർ 215 അടച്ചാൽ മതി. ഇപ്പം നമ്മൾ കസ്റ്റമർ അടക്കേണ്ടത് 4,750 ആണ്. അപ്പോൾ ഇത് ബുക്കിൽ റെക്കോർഡായിട്ട് എഴുതും. പിന്നെന്താണ് ബുക്കിൽ റെക്കോർഡഡ് ആയിട്ട് അങ്ങനെ അവർ 250 തരാണ്ടെന്നുള്ള നിലക്ക് ബുക്കിൽ റെക്കോർഡഡ് ആയിട്ട് ടോട്ടൽ ക്യാഷ് എഴുതും. പക്ഷെ അത് അവർ 250 പിന്നീട് പേയബിൾ ചെയ്താൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സബ്സിഡറി ബുക്ക്. സബ്സിഡറി ബുക്ക് പറഞ്ഞാൽ സ്പെഷ്യൽ ബുക്ക് യൂസ് ടു റെക്കോർഡ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് റെക്കോർഡിങ് എവറിത്തിങ് ഇൻ ദ ജേണൽ. അതായത് നമ്മൾ സ്പെഷ്യൽ ബുക്കായിട്ടാണ് സബ്സിഡറി ബുക്ക് കണക്കാക്കുക. അതിലെന്ത് ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷനെ നമ്മൾ എഴുതാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ബുക്കിനെയാണ് സബ്സിഡറി ബുക്ക് എന്ന് പറയുന്നത്. ഈ സബ്സിഡറി ബുക്കിൻ്റെ യൂസേജുകൾ എന്നാൽ ടൈം സേവ് ചെയ്യാൻ, വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ, പിന്നെന്താണ് എറേഴ്സ് അവോയ്ഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ക്ലിയർ ആൻഡ് ഓർഗനൈസ്ഡ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സബ്സിഡറി ബുക്സ് യൂസ് ചെയ്യുന്നത്. ഇനി സബ്സിഡറി ബുക്കുകളുടെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പർച്ചേസ് ബുക്ക് ഉണ്ട്. പർച്ചേസ് എന്നാൽ നമ്മൾ ക്രെഡിറ്റിന് വേണ്ടി പർച്ചേസ് ഗുഡ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് ബുക്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സിൻ്റെ ക്രെഡിറ്റ് സെയിൽസ് ബുക്കിലാണ് നമ്മൾ മെൻഷൻ ചെയ്തിടുക. പിന്നെ പർച്ചേസ് റിട്ടേൺ ബുക്ക്, അതിൽ ഗുഡ്സ് റിട്ടേൺ ടു സപ്ലയേഴ്സിൽ നിന്ന്
പിന്നെ അത് സപ്ലൈസിന് നമ്മൾ സപ്ലൈസിൽ നിന്ന് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് റിട്ടേണിലാണ് നമ്മൾ ചെയ്യുക. പിന്നെ സെയിൽസ് റിട്ടേൺ, അതായത് നമ്മൾ വിറ്റത് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സപ്ലൈസ് നമുക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ എഴുതും. സെയിൽസ് റിട്ടേൺ നമ്മൾ സെയിൽസ് ചെയ്ത സാധനം നമുക്ക് സെയിൽസ് വന്നേക്കാൻ നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്കിൽ മെൻഷൻ ചെയ്യും. പിന്നെ ക്യാഷ് ബുക്കിൽ എല്ലാ ക്യാഷ് റെസീവ്ഡും ക്യാഷ് പേയ്മെൻറ്റൊക്കെ നമ്മൾ ക്യാഷ് ബുക്കിലാണ് മെൻഷൻ ചെയ്യുക. പിന്നെ ബില്ല് റെസീവബിൾ ബുക്കിൽ നമ്മൾ എല്ലാ ബിൽസ് റിസീവ് ചെയ്തതും ബിൽസ് റെക്കോർഡിലാണ്. ബിൽസ് പേയബിൾ നമ്മൾ ബില്ല് ഏതൊക്കെയാണ് പേ ചെയ്തത് അതൊക്കെ നമ്മൾ ബിൽസ് പേയബിളിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. പിന്നെ ജേണൽ പ്രോപ്പർ എന്നുള്ളത് എന്താണ്, ഒരു സബ്സിഡറി ബുക്കിന് എക്സാമ്പിൾസ് ആണ്. അതെന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ദാറ്റ് കനോട്ട് ബി റെക്കോർഡ് ഇൻ അതർ സബ്സിഡറി ബുക്ക്, അതായത് നമ്മൾ ട്രാൻസാക്ഷന് റെക്കോർഡ് ചെയ്യുന്ന വേറൊരു സബ്സിഡറി ബുക്കിൽ, അതായത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളൊരു ബുക്കിൽ ആയിട്ട് നമ്മൾ വേറെ സബ്സിഡറി ബുക്കിൽ എഴുതണം. അതിനാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്.